ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ബേസിക് ഹാൻഡ് എംബ്രോയിഡറിയിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ ത്രെഡ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ 1 നീഡിലും അതേപോലെ ത്രെഡും കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ നിന്ന് പഠിപ്പിക്കാൻ പോണ സ്റ്റിച്ചിൻ്റെ പേര് ബുള്ളിയൻ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. ബുള്ളിയൻ റോസ് ഫ്ലവർ ഒക്കെ നമ്മൾ മിക്ക വീഡിയോസിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ബുള്ളിയൻ സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചസ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഫ്ലവേഴ്സ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മളിന്ന് പഠിപ്പിക്കുന്നത് സ്റ്റിച്ച് മാത്രമാണ്. അപ്പോൾ ബേസിക്കായിട്ട് അത് ആദ്യം പഠിക്കണം കേട്ടോ. അത് ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സൊക്കെ തുടങ്ങാം. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ദേ ഇവിടെ കണ്ടോ, ഒരു ലൈൻസ് കുറച്ച് വലിയ ലൈൻസും അതേപോലെ സ്മോൾ ലൈൻസും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആദ്യം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളിത് ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഇതേപോലെ വലിയ ലൈൻസും ചെറിയ ലൈൻസും ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ചെറിയ ലൈൻ ഒന്ന് ചെയ്ത് നോക്കാവേ. അപ്പം ഞാൻ എടുക്കുമ്പോൾ ഇവിടുന്ന് എടുത്ത് നോക്കുക. ഏറ്റവും മുകളിൽ നിന്നാണ് എടുത്തത് അല്ലേ. അവിടുന്ന് താഴത്തെ പോർഷനിലേക്ക് കൊണ്ടുവരിക. അതായത് ആ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് അവിടുന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്ന വശത്തേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ആ നീഡിലിൻ്റെ അറ്റം, അതായത് സൂചി നൂല് കോർത്തിരിക്കുന്ന അറ്റം അത്രയും തന്നെ നിർത്തിക്കൊണ്ട് മുകളിലോട്ട് അങ്ങ് വലിച്ചെടുക്കരുത്. ആ അറ്റം കുറച്ച് അവിടെ തന്നെ കൊടുത്തിട്ട് മുകളിലത്തെ നീഡിലൊന്ന് നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മളൊരു നീഡിലിൽ നമ്മൾ ത്രെഡ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഒരു 7 ടൈംസ് ഒന്ന് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വരച്ച ആ ലൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ. ചെറിയ ലൈനാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ആ ചെറിയ ലൈനിന് എത്ര ത്രെഡ് വേണം എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 7 പ്രാവശ്യം നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമുക്ക് 7 എണ്ണം പോരായിരുന്നു, നമുക്കൊരു 10 എങ്കിലും വേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടോ, അവിടെ അത്രയും ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ലൈൻ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റോസ് ഫ്ലവർ ചെയ്തിരിക്കുന്ന ഒരു ലൈൻ ഏകദേശം എത്രയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് വേണം നമ്മൾ ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒന്നും കൂടെ ചെയ്ത് കാണിക്കുക. ഇപ്പം നമുക്കത് പെർഫെക്ഷൻ ഇല്ല, കാരണം അത് നമ്മൾ തെറ്റായിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ത്രെഡ് കുറച്ചായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി ആ സെയിം ലെങ്തിൽ ഞാൻ അടുത്തത് ഒന്നും കൂടെ ചെയ്യുവാണ് കേട്ടോ. അടുത്തത് അവിടുന്ന് തന്നെ ത്രെഡ് നീഡിലും എടുത്തിട്ടുണ്ട്. പകുതി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊരു 10 പ്രാവശ്യം 10 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 10 തവണ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ത്രെഡും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പം നോക്ക്, ഞാനിവിടെ ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല. ഞാൻ എങ്ങനെ വീഡിയോ എടുത്തോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുക, 10 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പതിയെ ത്രെഡ് വലിച്ചു കൊടുത്തു. പതിയെ ത്രെഡ് വലിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചുരുങ്ങിയ വശം പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തൂടി ആ നീഡിലും ത്രെഡും കൂടെ കയറി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് കയറി വരാൻ ഇത്ര പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് പതുക്കെ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ ഒന്ന് നല്ലോണം ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് തള്ളി കൊടുക്കുക. കണ്ടോ, അവിടെ ഇപ്പോൾ ആ ഡിഫറൻസ് നോക്കുക. 2 പെറ്റൽസ് നമ്മളുടെ ഡിഫറൻസ് കണ്ടല്ലോ. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ലൈൻസൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് അതിൻ്റെ ഒരു ഫ്ലവേഴ്സ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ട് ചുമ്മാ ഒരു പെട്ടിൽ ചെയ്യാനാണെങ്കിലും ആ ലൈനിൻ്റെ ലെങ്ത് നിങ്ങളൊന്ന് നോക്കുക. ആ ലൈനിൻ്റെ ലെങ്തിലനുസരിച്ചിട്ട് നമ്മൾ ഒരു 25 ടൈംസ് എങ്കിലും നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇപ്പം ഞാൻ ആ വലിയ ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 25 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ കുറേ തവണ ഇതുപോലെ ചെറിയ ലൈനും വലിയ ലൈനും ഒക്കെ വരച്ചിട്ട് അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതേപോലെ നമ്മൾ പതുക്കെ ചുറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 25 ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പതുക്കെ ആ നീഡിലിൻ്റെ മുൻപിൽ നിന്ന് പതുക്കെ പിടിച്ചു കൊടുത്തു. എന്നിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് നമ്മളിതാ ലൂസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ച് കൊടുക്കുമ്പോൾ നമുക്കിതാ നീഡിലും ത്രെഡും കൂടെ അതിൻ്റെ അകത്തൂടി തന്നെ കയറി
വരും. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ് ഞാൻ പുതിയ ബാച്ചിൻ്റെ ക്ലാസ് നമുക്ക് ഏകദേശം 28 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 28 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പുതിയ ബാച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഓൺലൈൻ ക്ലാസ്സിന് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പെയ്ഡ് ക്ലാസ് ആയിരിക്കും, ഫീസ് തന്നിട്ടുള്ള ക്ലാസ് തന്നെയാണ്, ഫ്രീ ക്ലാസ് അല്ല. ഫ്രീ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമുക്ക് പെയ്ഡ് ക്ലാസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ ഡീറ്റെയിൽസ് അറിയാനായിട്ടും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പെയ്ഡ് ക്ലാസ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ എനിക്ക് എന്താ പറയുക വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ സമയവും പോകും, എൻ്റെ സമയവും പോകും. അപ്പോൾ അതുകൊണ്ട് പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. നോക്ക്, നമ്മൾ ആദ്യം ഞാൻ ഈ ഒരു നെക്ക് ഡിസൈനിൻ്റെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു പെറ്റൽസ് പോലത്തെ ഒരു ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ഓൾ ഓവർ ഡിസൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നെക്കൊക്കെ മാർക്ക് ചെയ്ത് യോക്ക് പോർഷനിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിൽ. അപ്പോൾ ഇതേപോലെ ഒരു 3 പെറ്റൽസ് പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല വീഡിയോസിനും നമ്മളിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് എങ്ങനെയായിരിക്കണം, ഓൾ ഓവർ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും പടം വരച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു ചെറിയ പഴയൊരു കുർത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യാത്ത കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ നെക്ക് ഡിസൈൻസൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പെറ്റൽസൊക്കെ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ ആവശ്യം. പ്രാക്ടീസ് ഇല്ലെങ്കിൽ രക്ഷയില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബേസിക് ക്ലാസ്സിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ 1 by 1 ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു യോക്ക് പോർഷനിൽ വരുന്ന ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇനിയിപ്പം ഞാൻ ഈ ഫ്ലവർ ഒന്ന് ചെയ്ത് കാണിക്കാം. നമ്മുടെ ബുള്ളിയൻ സ്റ്റിച്ചിൽ തന്നെ ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ പഴയ കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യം നമ്മൾ എപ്പോഴും പറയണ പോലെ ആദ്യം കുറച്ച് ലൈൻസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നോക്കുക, ഒരു വി പോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു മുകളിലേക്കൂടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ആരോ പോലെ കേട്ടോ, ജസ്റ്റ് ഒരു ആരോ പോലെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ നിന്ന് കൊണ്ടുവരിക, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ ആ നീഡിലും ത്രെഡും എടുത്ത ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അപ്പം നോക്കണം ആ ലൈൻസ് എത്ര ലെങ്ത് ഉണ്ടെന്നുള്ളത് നമ്മളത് നോക്കിയിട്ട് വേണം നമ്മൾ നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 15 തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ. 15 ടൈംസോളം നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് പതുക്കെ തിരിച്ച് നമ്മൾ മുമ്പ് ചെയ്ത പോലെ പതുക്കെ തിരിച്ച് കൊടുത്ത് അതിനെ ആ ത്രെഡിനെയും നീഡിലിനെയും കൂടി അതിനകത്തുകൂടി കയറ്റി നമ്മൾ ഇറക്കുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വലിച്ചിട്ട് താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ പോയിന്റിൽ, അതായത് നമ്മൾ ആ എടുത്തിട്ടുള്ള ആ സെയിം പോയിന്റിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കുക. മനസ്സിലായോ? അതിനുശേഷം നമുക്ക് തൊട്ടിപ്പുറത്തെ ഭാഗം കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 15 ടൈംസ് ഓർ 16 ടൈംസ്. പിന്നെ നിങ്ങൾക്ക് ലൈൻസ് എത്ര ഉണ്ടോ അത്രയും തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു തന്ന പോലെ ആദ്യം കുറേ പ്രാവശ്യം പെറ്റൽസ് മാത്രം ചെയ്ത് പഠിച്ചിട്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് പിന്നെ നിങ്ങളുടെ പഴയ കുർത്തീസോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാനൊക്കെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമ്മളിങ്ങനെ സ്റ്റിച്ചസ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങളത് ചെയ്യാനായിട്ട്, അതായത് പഴയ കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി സെൻറ്ററിലത്തെ മുകളിലേക്കുള്ള ലൈനും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണ്. സെയിം പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ത്രെഡ് എടുത്തു, ആ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ത്രെഡും നീഡിലും കൂടെ കൊണ്ടുവന്നിട്ട് അതൊരു 25-30 ടൈംസോളം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ അങ്ങനെ ചെയ്ത് എടുക്കുക. മനസ്സിലായോ? 1 2 3 അങ്ങനെ നമ്മൾ എണ്ണി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ചുമ്മാ അങ്ങനെ ചുറ്റി പോകരുത്. നമ്മൾ ഈ ചുറ്റുന്ന അനുസരിച്ച് 1 2 3 4 5 6 എന്നും പറഞ്ഞിട്ട് നമ്മൾ എണ്ണി കൊടുക്കണം. അപ്പോൾ ഒരു 30 ടൈംസ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് താഴേക്ക് കുത്തുക. മനസ്സിലായോ? അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു എണ്ണലൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചുറ്റി പോകരുത് കേട്ടോ. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മളെപ്പോഴും അത് എണ്ണി തന്നെ, അതായത് 10 പ്രാവശ്യമെങ്കിൽ 10, 20എങ്കിൽ 20, അങ്ങനെ നമ്മൾ എണ്ണി തന്നെ നമ്മൾ ചെയ്യണം. എണ്ണി തന്നെ ചെയ്തെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ അടുത്ത പെറ്റൽസ് ചെയ്യുമ്പോഴും നമുക്ക് ആ സെയിം അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒരു 3 പെറ്റൽസ് പോലെ നമുക്ക് 3 സൈഡിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ്. ഇനി നമുക്ക് എന്താ പറയുക, ഇതാണ് നമ്മുടെ ആ ചെസ്റ്റ് പോർഷനിൽ ഞാൻ വരച്ച് കാണിച്ചത്. ഇനി ഞാൻ എന്താ സെൻറ്ററിൽ, അതായത് നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്കൊരു കുഞ്ഞൊരു ബീഡ് വർക്കും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെറ്റൽസ്, ഫ്ലവർ പെറ്റൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഡ്രസ്സിലൊക്കെ ആണെങ്കിലും. പിന്നെ ഇതിനു മുമ്പ് പഠിപ്പിച്ച സ്റ്റിച്ചസൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെറ്റീരിയലിലേക്കൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ആക്കുക കേട്ടോ. അതായത് കുർത്തിയിലേക്കൊക്കെ ഒന്ന് ചെയ്ത്, പ്ലെയിൻ കുർത്തിയിലേക്കൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ആ ബീഡൊന്ന് ചെയ്തിട്ട് അതിനൊന്ന് ലോക്കിട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഫിക്സ് ആയിട്ട് ഇരുന്നുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഫ്ലവർ പെറ്റൽസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ യോക്ക് പോർഷനിൽ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ള യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അത് ഓരോന്നും ഇത്ര ഇഞ്ച് അകറ്റി വേണം ചെയ്യാനെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലുള്ള ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നല്ലോണം പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്കിതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സും വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ ലൈൻസ് വരച്ച് തന്നെ ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഈ 3 പെറ്റൽസും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്